അശാസ്ത്രീയ ചികിത്സകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി ആരോഗ്യവകുപ്പ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ അംഗീകാരമില്ലാത്ത അക്യുപങ്ക്ചർ, ഹിജാമ, റെക്കി തുടങ്ങിയവയെല്ലാം നിരോധിക്കാനാണ് ആലോചന. മലപ്പുറത്തെ ഒരു വയസ്സുകാരന്റെ മരണത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് നീക്കം നടക്കുന്നത്. TCMC രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അംഗീകാരമില്ലാത്ത എല്ലാ ചികിത്സകളും നിരോധിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ശിവദാസ് കന്മനമാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശിവദാസ്, അശാസ്ത്രീയമായ ചികിത്സ ഇവിടെ പലയിടങ്ങളിലും നടക്കുന്നു എന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇതാദ്യമല്ല. ഇപ്പോൾ നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ. രാഖി, മുൻപും ഇത്തരത്തിലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികൾ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും എല്ലാം തന്നെ നേരത്തെയും ഉണ്ടായിരുന്നു. മരണവും അതോടൊപ്പം തന്നെ ഇതുവഴി ഗുരുതരാവസ്ഥയിൽ എത്തിയ സംഭവങ്ങളടക്കം മുൻപും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും തന്നെ കൃത്യമായൊരു നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച മലപ്പുറത്ത് ഒരു വയസ്സുകാരൻ അശാസ്ത്രീയ ചികിത്സയിലൂടെ മരിച്ചിരുന്നു. അതായത് കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് കുട്ടിക്ക് കൃത്യമായ ചികിത്സ ഇവരുടെ രക്ഷിതാക്കൾ നൽകിയിരുന്നില്ല. രക്ഷിതാക്കൾ അക്യുപങ്ക്ചർ ചികിത്സാ രീതികൾ പഠിച്ച ഒരു ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ശാസ്ത്രീയമായ ഒരു ചികിത്സകൾ ഇവർ നൽകിയിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി മരിച്ചിരുന്നു. കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ എത്തി. ഇത് തലച്ചോറിനെ ബാധിച്ച് ഞരമ്പുകൾ പൊട്ടി എന്ന് ഇതിനുശേഷം നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ അടക്കം വ്യക്തമായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികളെ നിരോധിക്കാനുള്ള ഒരു നീക്കം ആരോഗ്യവകുപ്പ് നടത്തുന്നത്. അക്യുപങ്ക്ചർ, ഹിജാമ, റെക്കി അടക്കമുള്ള ചികിത്സാ രീതികളാണ് നിരോധിക്കാൻ നീക്കം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അശാസ്ത്രീയ ചികിത്സാ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിന്റെ അടക്കം സഹായം ആരോഗ്യവകുപ്പ് സ്വീകരിക്കും, തേടും. നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മലബാർ ജില്ലകളിലാണ് ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ കൂടി സഹായത്തോടെ ഇവിടെ പരിശോധന നടത്തി ഇത് കണ്ടെത്തി അതിനുശേഷമായിരിക്കും ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾക്ക് പൂട്ടുവീഴുക. എന്തായാലും ഇപ്പോൾ കർശനമായ ഒരു നടപടിക്ക് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഒരുങ്ങുന്നത്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ അംഗീകാരമില്ലാത്ത അക്യുപങ്ക്ചർ, ഹിജാമ, റെക്കി തുടങ്ങിയവയെല്ലാം നിരോധിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഒരു വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പുതിയ നീക്കം നടക്കുന്നത്. ശിവദാസ് കന്മനമാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അവശ്യമരുന്ന് സംഭരണത്തിലും സർക്കാരിന്റെ കടും വെട്ട്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് അനുവദിച്ചത് ആവശ്യമായ തുകയുടെ 1/3 മാത്രമാണ്. ഫണ്ട് കുറവ് സമ്മതിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിയമസഭാ മറുപടി ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. സംസ്ഥാന സർക്കാരിന്റെ അവഗണനയും കെടുകാര്യസ്ഥതയും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തള്ളിവിടുന്നത് വലിയ അപകടത്തിലേക്കെന്ന് തെളിയിക്കുന്നതാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന കണക്കുകൾ. ഒരു വശത്ത് ദൂർത്തു തുടരുമ്പോഴാണ് സർക്കാർ ആശുപത്രികളിലെ ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കാതെ സർക്കാർ പ്രതിസന്ധിയിലാക്കുന്നത്. ആശുപത്രികളിലേക്ക് അവശ്യമരുന്നുകൾ സംഭരിക്കാൻ ആവശ്യമായ പണം നൽകാനും സർക്കാർ തയ്യാറല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ നിയമസഭാ രേഖകൾ. മരുന്ന് സംഭരണത്തിന് ആവശ്യമായ തുകയായി 2024-25 സാമ്പത്തിക വർഷത്തേക്ക് ആരോഗ്യ, മെഡിക്കൽ, വിദ്യാഭ്യാസ വകുപ്പുകൾ ആവശ്യപ്പെട്ടത് 934.28 കോടി രൂപ. എന്നാൽ ബഡ്ജറ്റിൽ വകയിരുത്തിയത് 356.4 കോടി രൂപ മാത്രമാണ്. മരുന്ന് ക്ഷാമം തീവ്രാവസ്ഥയിലായപ്പോൾ 150 കോടി കൂടി സർക്കാർ അനുവദിച്ചു. ആകെ 506.4 കോടി രൂപ. ആവശ്യമായ തുകയിൽ നിന്നും 427.88 കോടി രൂപയുടെ കുറവ്. 2025-26 സാമ്പത്തിക വർഷത്തെ, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തെ കണക്കെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമാണ്. അവശ്യമരുന്ന് സംഭരണത്തിനായി വകുപ്പുകൾ ആവശ്യപ്പെട്ടത് 1014.92 കോടി രൂപ. എന്നാൽ ബഡ്ജറ്റിൽ വകയിരുത്തിയത് വെറും 356.4 കോടി രൂപ മാത്രം. ആകെ ആവശ്യമുള്ളതിന്റെ 1/3 മാത്രം അനുവദിച്ചപ്പോൾ ആവശ്യമായ തുകയും അനുവദിച്ച തുകയും തമ്മിലുള്ള വ്യത്യാസം 658.52 കോടി രൂപ. 2025 മാർച്ച് മാസത്തിൽ നിയമസഭയിൽ നൽകിയ മറുപടിയിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെയാണ് ഫണ്ടിലെ ഈ കുറവുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ സംസ്ഥാനത്തെ ആശുപത്രികളിൽ മരുന്നുക്ഷാമം ഉണ്ടാകുന്നുവെന്ന വാർത്ത നേരത്തെ ജനം ടിവി പുറത്തുവിട്ടിരുന്നു. സർക്കാർ ആശുപത്രികളിൽ മരുന്നെത്തിക്കുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും ഫണ്ട് ക്ഷാമം തലവേദനയാകുന്നുണ്ട്. കുടിശ്ശിക പെരുകുന്നതോടെ ഭാവിയിൽ മരുന്ന് വിതരണം സ്വകാര്യ കമ്പനികൾ അവസാനിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ജനം, തിരുവനന്തപുരം.